മാക്ബിക് ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗിറ്റ് ഹബിനെ പറ്റിയിട്ടാണ്. ഗിറ്റ് ഹബ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, നമുക്ക് ഗിറ്റ് ഹബ് കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും, എപ്പോഴാണ് അതിൻ്റെ യൂസ് വരുന്നത്, അതേപോലെ എങ്ങനെ അത് ഗിറ്റ് ഹബ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു പ്രൊജക്റ്റ് നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ഡിപ്ലോയ് ചെയ്യേണ്ടത്, അല്ല ഒരു പ്രൊജക്റ്റ് നമ്മൾ ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്ത് വെക്കേണ്ടത്, അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഒരു അപ്രോക്സിമേറ്റ് 1 hour വരുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഗിറ്റ് ഹബിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇഷ്യൂ എന്തെങ്കിലും നമ്മുടെ പ്രൊജക്റ്റിൽ വരുന്ന ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യാനും അതിലേക്ക് ഓരോ ഡെവലപ്പേഴ്സിനെ അസൈൻ ചെയ്യാനും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഗിറ്റ് ഹബിൽ വരുന്നത്. പലപ്പോഴും ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് തന്നെ നമുക്ക് പലപ്പോഴും ഡിപ്ലോയ് ചെയ്യാൻ വരെ ഒരു സാമ്പിൾ പ്രൊജക്റ്റ് ഡിപ്ലോയ് ചെയ്യാൻ വരെ നമുക്ക് ഗിറ്റ് ഹബ് യൂസ് ചെയ്തിട്ട് പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും എന്തായാലും ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നടക്കില്ല. പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ്, ഒരു ഗിറ്റ് ഹബിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു പ്രൊജക്റ്റ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും അത് ബാക്കി ഡെവലപ്പേഴ്സായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഗിറ്റ് ഹബ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഗിറ്റ് ഹബ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഒരുവിധം ആൾമോസ്റ്റ് എല്ലാ കമ്പനീസിലും ഗിറ്റ് ഹബ് യൂസ് ചെയ്യുന്നുണ്ട്. ഡെവലപ്പേഴ്സിന് ഗിറ്റ് ഹബിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. കാര്യം നമ്മളുടെ ഒരു പ്രൊജക്റ്റ് നമുക്ക് ഷെയർ ചെയ്യേണ്ടി വരും, ബാക്കിയുള്ള ഡെവലപ്പേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യേണ്ടി വരും. ബാക്കിയുള്ളവരുടെ റിസോഴ്സുകൾ, കോഡുകളെല്ലാം നമുക്ക് ചിലപ്പോൾ കാണേണ്ടി വരും, എടുക്കേണ്ടി വരും, നമ്മളുടെ പ്രൊജക്റ്റിലേക്ക് മെർജ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 2 പ്രൊജക്റ്റോടെ കൊളാബറേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലെല്ലാം നമുക്ക് ഗിറ്റ് ഹബ് വളരെ അത്യാവശ്യമാണ്. അതേപോലെ ഒരാൾക്ക് മാത്രമല്ല, ഒരു കമ്പനിയിലുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ മൾട്ടിപ്പിൾ പ്രൊജക്റ്റുകളുണ്ടാവും, ചിലപ്പോൾ 100-200 പ്രൊജക്റ്റുകൾ വരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും ഒരു കമ്പനിയിൽ. അപ്പോൾ നമുക്ക് ഗിറ്റ് ഹബ് യൂസ് ചെയ്തിട്ട് അത്രയും പ്രൊജക്റ്റുകളും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു പ്രൊജക്റ്റ് തന്നെ 10-20 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും, മേ ബി MNCകളിലൊക്കെ. അപ്പോൾ ഈ ഒരു സിംഗിൾ ഗിറ്റ് ഹബ് അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് അത്രയും പ്രൊജക്റ്റുകളും ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അത്രയും യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അത്ര പ്രൊജക്റ്റുകൾ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഗിറ്റ് ഹബ് യൂസ് ചെയ്തിട്ട് നടക്കുന്നതാണ്. പിന്നെ വേറൊരു ഗിറ്റ് ഹബ് കൊണ്ടുള്ളൊരു ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പ്രൊജക്റ്റ് വേറെ ആൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ, ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, വേറെ ആൾക്ക് ഡൗൺലോഡ് ചെയ്യാനും അതിന് ഇവാലുവേറ്റ് ചെയ്യാനും. ഇപ്പോൾ എൻ്റെ ടീമിൽ തന്നെ, ഞാനൊരു ഡെവലപ്പറാണ്, എൻ്റെ ടീമിൽ തന്നെ വേറെ ഡെവലപ്പേഴ്സ് വരാം. അപ്പോൾ അവരുടെ പ്രൊജക്റ്റ് കോഡുകൾ എനിക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും, നോക്കേണ്ടി വരും, അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നോക്കേണ്ടി വരും. എൻ്റെ സീനിയർക്ക് എൻ്റെ കോഡ് കാണേണ്ടി വരും, എൻ്റെ കോഡിന് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെയുള്ള എല്ലാ പ്രൊസസ്, ഇവാലുവേഷൻ പർപ്പസ്, കോഡ് ഇവാലുവേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഗിറ്റ് ഹബ് യൂസ് ചെയ്തിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഗിറ്റ് ഹബ് പോലെ ഒരു സാധനം എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ ക്ലൗഡോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ പോരെ എന്നുള്ളൊരു ക്വസ്റ്റ്യന്, ഗിറ്റ് ഹബ് ഡെവലപ്പേഴ്സിന് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്. ഗിറ്റ് ഹബ് മെയിൻലി ഈ കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റോട് സ്റ്റോർ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സപ്പോർട്ട് നമുക്ക് ഗിറ്റ് ഹബ് തരുന്നുണ്ട്. അതേപോലെ ഒരു ഓപ്പൺ സോഴ്സ് ആണ്, നമുക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഫ്രീ ആണ്. മെയിനായിട്ട് നമ്മുടെ ഗിറ്റ് ഹബിൻ്റെ കോൺട്രിബ്യൂട്ടറായിട്ട് വരുന്നത് മൈക്രോസോഫ്റ്റ്, IBM ഇങ്ങനെയുള്ള കുറേ ഒരു വലിയ വലിയ കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ സേഫാണ് ഈ സാധനം ഗിറ്റ് ഹബ്. ഒരിക്കലും ഈ ഡാറ്റ, നമ്മുടെ കോഡ് നഷ്ടപ്പെട്ടു പോവോ, ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ ഇറങ്ങുന്ന ടൈമിൽ നമ്മുടെ കോഡ് വെറുതെ കമ്പ്യൂട്ടറിലിട്ട് പോയാൽ എന്തെങ്കിലും ഒരു പവറിൻ്റെ ഇഷ്യൂ എന്തെങ്കിലും വന്ന് നമ്മുടെ ഹാർഡ് ഡിസ്ക് സിസ്റ്റം എന്തെങ്കിലും ഇഷ്യൂ വരാൻ അങ്ങനെ പല സാധ്യതകളുമുണ്ട്. അപ്പോൾ നമ്മൾ ഗിറ്റ് ഹബിനാണ് ആശ്രയിക്കുന്നത് അങ്ങനത്തെ സമയത്തൊക്കെ. അപ്പോൾ ഒരിക്കലും ഗിറ്റ് ഹബിലേക്ക് ഒരു കോഡ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഗിറ്റ് ഹബിലേക്ക് കോഡ് ഇടുന്നത് നമ്മൾ പുഷ് ചെയ്യാന്നുള്ളൊരു ടൈമാണ് യൂസ് ചെയ്യുക, പുഷ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കോഡ് അവിടെ സേഫാണ്, എത്ര കാലം കഴിഞ്ഞാലും കോഡ് അവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് യൂസ് ചെയ്യാൻ, വീണ്ടും റീയൂസ് ചെയ്യാനും ബാക്കി പലർക്കും അത് ആക്സസ് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗിറ്റ് ഹബിനെ പറ്റിയിട്ട് ഒരു ഇനീഷ്യലി പറയാനുള്ളത്. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ നോക്കാം. അതിന് തന്നെ പറയുകയാണ്, നമുക്ക് ഇതിലുള്ള എല്ലാ കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, പക്ഷേ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു കോഡ് മാനേജ് ചെയ്യാൻ, ഒരു പ്രൊജക്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗിറ്റ് ഹബിൻ്റെ ഹോം പേജ്. ജസ്റ്റ് ഗിറ്റ് ഹബ് എന്ന് സെർച്ച് ചെയ്താൽ മതി. github.com കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് കയറാം. നിങ്ങൾക്കൊരു അക്കൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈനപ്പ് കൊടുക്കുക, നിങ്ങളുടെ ഇമെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒന്ന് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതാണ് എൻ്റെ ഗിറ്റ്ഹബ് അക്കൗണ്ട്. ഇതിനകത്ത് ഞാൻ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഇതിനകത്ത് ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇതൊരു വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അപ്പോൾ ഇതിനൊരു ഹോം പേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ അത് എന്നും ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഇവർ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവരുടെ UI അതേപോലെ ഫീച്ചേഴ്സ് എല്ലാം അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് മാറി മാറി വരും. ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്ത് കാണുന്ന സമയത്ത് ഇതായിക്കൊള്ളണമെന്നില്ല അവർ പറയുന്നത്. ചിലപ്പോൾ അടുത്ത വീക്ക് നിങ്ങൾ ഗിറ്റ്ഹബിൽ കയറുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കാമെന്നില്ല UI. പക്ഷേ അതിൻ്റെ കോറെല്ലാം സെയിം ആണ്. ബട്ടൺസ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ ഒരു സ്ട്രക്ചർ മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഐക്കൺ കാണാം ഓപ്ഷൻസിലുള്ള. എല്ലാത്തേക്കും കൊണ്ടും നമ്മൾ പോകുന്നില്ല. ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ട് അതിനെ ട്രാക്ക് ചെയ്യാനും അതിൽ ആൾക്കാരെ അസൈൻ ചെയ്യാനും അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ നമുക്ക് ഇതിനകത്ത് നടക്കും. പിന്നെ പുൾ റിക്വസ്റ്റ് നമുക്ക് പറയാം, വരുന്ന സെഷൻസിൽ പറയാം. പിന്നെ എക്സ്പ്ലോർ ഉണ്ട്. എക്സ്പ്ലോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മില്യൺസ് ഓഫ് ഡെവലപ്പേഴ്സാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും അക്കൗണ്ട് പ്രൈവറ്റ് ആയിരിക്കണം എന്നില്ല. പല രീതിയിൽ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യും. അതേപോലെ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ ഗിറ്റ്ഹബിൽ കയറി നോക്കാറുണ്ട് പല സൊല്യൂഷൻസിനും വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റെപ്പോസിറ്ററീസ് അതേപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സൊക്കെയാണ് നമുക്കിവിടെ കാണുന്നത്. അവരുടെ കോഡുകൾ, അവരുടെ ഇഷ്യൂ എന്തൊക്കെയാണ്, അവരുടെ ആൻസേഴ്സ് അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇങ്ങനത്തെ പലതും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് ബേസായിട്ട് ഇതിനകത്തുള്ളത്. പിന്നെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം. അതിനകത്ത് കുറേ സെക്യൂരിറ്റി കാര്യങ്ങൾ, അതേപോലെ കോപ്പൈലറ്റ്, ഗിറ്റിൻ്റെ കോപ്പൈലറ്റ് സർവീസ്, ഡോക്യുമെൻറ്റേഷൻ, നമ്മുടെ പ്രൊജക്റ്റുകളുടെ ഡീറ്റെയിൽസ്, അതേപോലെ ഇതിൻ്റെ സെറ്റിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് റെപ്പോസിറ്ററി ഇവിടെ ഒരു ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്നൊരു ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ ഇവിടെയുണ്ട് ക്രിയേറ്റ് ന്യൂ റെപ്പോസിറ്ററി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെയും കാണുന്നുണ്ട്. അപ്പോൾ ഒരു റെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ടൈംസിൽ നമുക്ക് അതിനെ ഒരു പ്രൊജക്റ്റ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ കമ്പനിയിൽ ഒരു 100 പ്രൊജക്റ്റ് ഉണ്ടെന്ന് കരുതാം. അതിൽ ഒരു പ്രൊജക്റ്റിലായിരിക്കും ഒരു പ്രൊജക്റ്റ് നമ്മളൊരു റെപ്പോസിറ്ററിയിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രൊജക്റ്റ് ഇപ്പോൾ ഇതിനകത്ത് ഒരു പ്രൊജക്റ്റും ഇല്ല. അപ്പോൾ എൻ്റെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റ് റെപ്പോസിറ്ററി ക്ലിക്ക് ചെയ്തു. റിപ്പോസിറ്ററിക്ക് ഒരു നെയിം കൊടുക്കാം. റിപ്പോസിറ്ററിക്ക് ഓക്കെ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്നുകൊണ്ട് ഞാൻ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. പിന്നെ അപ്പോൾ റെപ്പോസിറ്ററിയുടെ നെയിമെല്ലാം യൂണീക്ക് ആയിരിക്കണം. പിന്നെ പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, ഇങ്ങനെ കൊടുക്കാൻ പറ്റും. പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലിങ്ക് യൂസ് ചെയ്തിട്ട് ആർക്കും ഇതിനകത്ത് കയറാൻ പറ്റും, ആർക്കും കാണാൻ പറ്റും. നമ്മുടെ റെപ്പോസിറ്ററി ഗ്ലോബലി എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിരിക്കും. അത് പ്രൈവറ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഒതൻറ്റിക്കേഷൻ കീ ഉണ്ട്, ആ കീ യൂസ് ചെയ്തിട്ട് മാത്രമാണ് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ, ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഞാനിപ്പോൾ തൽക്കാലം പബ്ലിക് ആക്കിയിട്ട് ഇടുന്നുണ്ട്. പിന്നെ റീഡ്മി ഫയൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. റീഡ്മി ഫയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. റീഡ്മി ഫയൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഇൻഡെക്സിങ് പോലെ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രൊജക്റ്റ് എന്ന് എഴുതി വയ്ക്കാനുള്ള ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫയലാണത്. അതിനകത്ത് empty ആയിട്ടായിരിക്കും ഇത് വരുന്നത്. അതിനകത്ത് നമ്മുടെ പ്രൊജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡോ അല്ലെങ്കിൽ അതിനുള്ള സ്റ്റെപ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും പ്രൊജക്റ്റിനെ പറ്റി പറയാനുണ്ട്, ഇത് യൂസ് ചെയ്യുന്നവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കൊടുക്കാം. അതില്ലെങ്കിൽ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇവിടെ ഞാനത് ചെക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഡിഫോൾട്ടായിട്ട് കിടന്നോട്ടെ. ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ റെപ്പോസിറ്ററി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഹോമിലേക്ക് ഒന്ന് നോക്കാം ഇനി. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് നമ്മുടെ ഒരു റെപ്പോസിറ്ററി ഇവിടെ കാണുന്നുണ്ട്. ഇനി റെപ്പോസിറ്ററീസ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിളായിട്ട് ഇനിയും റെപ്പോസിറ്ററീസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാനത് കയറി, ഇതിനകത്തൊന്നുമില്ല, empty ആണ്. ഇവിടെ ഒരു റീഡ്മി എന്ന് പറയുന്ന ഫയൽ മാത്രമുണ്ട്. അപ്പോൾ ഞാനൊരു റീഡ്മി ഫയൽ ക്ലിക്ക് ചെയ്ത് ഓർക്കുന്നില്ല. ആ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഒരു റീഡ്മി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫയൽ വന്നത്. അപ്പോൾ ഇതിനകത്തൊന്നുമില്ല, empty ആയിരിക്കും ഇത് വരുന്നത്. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാനൊക്കെ പറ്റും.
ഇതൊരു ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫയലാണ്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൊജക്റ്റ് നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനോ ഇൻസ്ട്രക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ കമ്മിറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കമ്മിറ്റ് എന്തെങ്കിലും ഒരു കമ്മിറ്റ് മെസ്സേജ് അപ്ഡേറ്റ് അവർ തന്നെ ഡിഫോൾട്ടായിട്ട് തന്നിട്ടുണ്ട്. അപ്ഡേറ്റ് റീഡ്മി .md അത് റീഡ്മി ഫയൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റാണ്. അപ്പോൾ നമ്മളിതിൽ വരുത്തുന്ന നമ്മുടെ ഈ റെപ്പോസിറ്ററിക്കകത്ത് വരുത്തുന്ന ഓരോ ചേഞ്ചുകളെയും നമുക്ക് കമ്മിറ്റായിട്ട് വിളിക്കാം. ഇതിനകത്ത് നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്തൊരു പുതിയൊരു കോഡ് ആഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കമ്മിറ്റ്, ഇതിനകത്തേക്ക് കൊടുക്കുന്ന എല്ലാം കമ്മിറ്റുകളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് വരുന്ന ഇതിലായിട്ട് പറയാം. ഞാനിത് കമ്മിറ്റ് ചെയ്യാണ്, സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇനീഷ്യലി പ്രോജക്റ്റിനകത്ത് കടന്ന് നോക്കാം. കയറി റീഡ്മി ഫയൽ മാത്രമേ ഉള്ളൂ, അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്, തുറന്നു നോക്കി. അത് നമ്മളുടെ ഇൻസ്ട്രക്ഷൻസ് ഞാൻ ടൈപ്പ് ചെയ്താൽ കാണാം. ഇപ്പോൾ വലിയൊരു എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിൽ ഇതൊരു വലിയൊരു ടെക്സ്റ്റ് ഫയലായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് റീഡ്മി ഫയൽ. ഓക്കെ, പിന്നെ ഇവിടെ മെയിൻ എന്ന് കാണാം. ഇത് ബ്രാഞ്ച് എന്ന് പറയും. ഈ മെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എൻ്റെ പ്രൊജക്റ്റ് ഇപ്പോൾ മെയിൻ ബ്രാഞ്ചിലാണ്. ഒരു റെപ്പോസിറ്ററിയുടെ അണ്ടറിൽ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ബ്രാഞ്ചസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ മെയിൻ ബ്രാഞ്ചിൽ കുറച്ച് കോഡുകളും കാര്യങ്ങളും ഉണ്ട്. ഒരു പ്രൊജക്റ്റ് ബേസ്, ഇപ്പോൾ ഒരു ജാങ്കോ പ്രൊജക്റ്റ്, നോഡ് പ്രൊജക്റ്റ് എന്തെങ്കിലും ഇമാജിൻ ചെയ്യുക. ഒരു ഹലോ വേൾഡ് പ്രൊജക്റ്റ് നമ്മൾ ഇനീഷ്യലി സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു ബേസിക് പ്രൊജക്റ്റ് കാണുമല്ലോ, നോഡിലും റിയാക്റ്റിലും ജാങ്കോയിലൊക്കെ. അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് പുഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഞാൻ അതിലേക്ക് കമ്മിറ്റ് ചെയ്തിട്ട് എൻ്റെ കോഡ് ഇതിനകത്തുണ്ടെന്ന് കരുതാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത് ഞാൻ പുഷ് ചെയ്യുന്നത് മെയിൻ ബ്രാഞ്ചിലേക്കായിരിക്കും. ആ കോഡ് ഞാൻ എടുത്തു വയ്ക്കുന്നത് മെയിൻ ബ്രാഞ്ചിലേക്കായിരിക്കും. ഇനി അത് എൻ്റെ പ്രൊജക്റ്റിൻ്റെ കോറായിട്ട് അവിടെ കിടക്കും. എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും കോറായിട്ട് അവിടെ കിടക്കും. ഇപ്പോൾ ഇനി എൻ്റെ ടീം ലീഡ് വന്ന് പറഞ്ഞു, നമ്മൾ അന്ന് ചെയ്ത പ്രൊജക്റ്റ്, അന്ന് പുഷ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിലേക്ക്, അത് കോറായിട്ടുള്ള പ്രൊജക്റ്റാണ്, ഞാൻ സാമ്പിൾ പറഞ്ഞാണ്, അതെല്ലാം അത് കുറച്ചുകൂടെ ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടാവും, അത് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് പുതിയൊരു ഫീച്ചർ, ഒരു യൂസർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടെ ആഡ് ചെയ്യണം. പക്ഷേ മെയിൻ ബ്രാഞ്ചിലുള്ള സാധനങ്ങളൊന്നും കേടുവരരുത്. മെയിൻ ബ്രാഞ്ചിലുള്ളത് എപ്പോഴും സേഫ് ആയിരിക്കണം, അതിൽ തൊട്ട് കളിക്കരുത്. പുതിയ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എനിക്ക് ആഡ് ചെയ്യണമെന്ന് എൻ്റെ ടീം ലീഡ് ഒന്ന് പറയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, മെയിൻ ബ്രാഞ്ചിൻ്റെ ഒരു കോപ്പി ഞാൻ എടുക്കും. ആ കോപ്പിക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കും. ആ കോപ്പിക്ക് എന്തോ ഒരു സാമ്പിൾ പറയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ബ്രാഞ്ച്. അപ്പോൾ ഇത് മെയിൻ ബ്രാഞ്ചാണ്, ഞാൻ വേറൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാണ്, രജിസ്ട്രേഷൻ ബ്രാഞ്ച് എന്നുകൊണ്ടൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് അപ്പോൾ രജിസ്ട്രേഷൻ ബ്രാഞ്ചിൽ എന്തുണ്ടാവും, മെയിനിൻ്റെ സെയിം കോപ്പിയാണ്, മെയിൻ ബ്രാഞ്ചിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം സെയിം കോപ്പി, അതിൻ്റെ ഒരു സെയിം കോപ്പിയാണ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിനകത്ത് വരുന്നത്. ആ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിനകത്ത് ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യും, ഒരു യൂസർ രജിസ്റ്റർ ചെയ്യാനുള്ള കോഡ് എഴുതും, പാസ്വേഡ് സേവ് ചെയ്യാനും പാസ്വേഡ് വാലിഡേറ്റ് ചെയ്യാനും യൂസർ എക്സിസ്റ്റിംഗ് ആണോ നോക്കാനും അങ്ങനെയുള്ള കോഡുകളെല്ലാം ഞാൻ ചെയ്തിട്ട് ഞാൻ ആ രജിസ്ട്രേഷൻ ബ്രാഞ്ചിലേക്ക് തന്നെ ഞാൻ അതിന് കോഡിനെ പുഷ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ മെയിനിൽ ഇപ്പോൾ എന്തുണ്ട്, മെയിനിൽ ഏറ്റവും കോറുണ്ട്, രജിസ്ട്രേഷൻ മെയിൻ ബ്രാഞ്ചിൽ ഏറ്റവും കോറായിട്ടുള്ള കോഡുണ്ട്, അതിനൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് ടീം ലീഡർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് രജിസ്ട്രേഷൻ ബ്രാഞ്ചാണ്. രജിസ്ട്രേഷൻ ബ്രാഞ്ചിനകത്ത് പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു യൂസർ രജിസ്റ്റർ ചെയ്യാനുള്ള ഫംഗ്ഷനാലിറ്റീസ് അതിനകത്ത് എഴുതുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രജിസ്ട്രേഷൻ ബ്രാഞ്ചിനകത്ത് അത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ ബ്രാഞ്ച് വർക്കിംഗ് ആണ്, പക്കയാണ്, അതിനകത്ത് ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ടീം ലീഡറോട് പറയും, സാർ ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ബ്രാഞ്ച് പക്കായിട്ട് അതൊരു ഫംഗ്ഷനാലിറ്റി ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട് എന്ന് ഞാനത് മെയിനിലോട്ട് ഇട്ടിട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവിടുന്ന് അപ്രൂവ് കിട്ടുന്ന സമയത്ത് ഞാൻ ഈ ഒരു രജിസ്ട്രേഷൻ ബ്രാഞ്ചിനെ മെയിൻ ബ്രാഞ്ചിലോട്ട് മെർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ മെയിനിൽ എന്തായി, മെയിനിൽ ആ കോറുണ്ട്, കോറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത കോഡും കൂടെ, എക്സ്ട്രാ ചെയ്ത കോഡും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ബ്രാഞ്ച്, മെയിൻ ബ്രാഞ്ച് എന്തായി, മെയിൻ ബ്രാഞ്ച് സേഫാണ്. കാരണം നമ്മളത് രജിസ്ട്രേഷൻ ബ്രാഞ്ചിനകത്ത് വർക്കിംഗ് ആണെന്ന് ഉറപ്പ് ആക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ മെയിനിലേക്ക് ഇട്ടത്. അപ്പോൾ മെയിൻ ബ്രാഞ്ച് സേഫാണ്. മെയിൻ ബ്രാഞ്ചിൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നു, എൻ്റെ അപ്ഡേറ്റ് അതിനകത്ത് മെയിൻ ബ്രാഞ്ചിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ,
ഇതിപ്പോൾ ഒരു ഡെവലപ്പറോട് എന്നോട് പറഞ്ഞ കാര്യം അതേപോലെ എൻ്റെ ടീമിലുള്ള 10 ഡെവലപ്പേഴ്സിനോട് 10 കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അവരെല്ലാം എന്ത് ചെയ്യും? അവരെല്ലാവരും അവരുടെ ആവശ്യത്തിന് പുതിയ പുതിയ ബ്രാഞ്ചുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാം മെയിനിലോട്ട് മെർജ് ചെയ്ത് വയ്ക്കും. അങ്ങനെ എൻ്റെ മെയിൻ ബ്രാഞ്ച് എന്താവും? എല്ലാ അവരുടെ അപ്ഡേറ്റ്സും വന്നിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചായിട്ട് മെയിൻ എപ്പോഴും കിടക്കുന്നുണ്ടാവും. ഓക്കെ, കൺഫ്യൂസിങ് ആയിരിക്കും ചിലപ്പോൾ, എന്നാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ കേട്ട് നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓക്കെ ആയിട്ട് വരും. നമുക്കെന്നാൽ ഇപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ നോക്കാം, എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ഞാൻ ലോക്കൽ ഒരു പ്രൊജക്റ്റ് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിൻഡോസാണ് യൂസ് ചെയ്യുന്നത്. ലിനക്സ് മാക്ക് അങ്ങനത്തെ ഡിവൈസസിന് വേറെയാണോ ഒരു പ്രൊസീജിയർ വരിക, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ലിനക്സൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. ലിനക്സ് മാക്ക് അങ്ങനെയുള്ള OS ഒക്കെ കുറച്ചുകൂടി എളുപ്പമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗിറ്റബ് സെറ്റപ്പ് ചെയ്യാനും ഗിറ്റിലേക്ക് പുഷ് ചെയ്യാനും ക്ലോൺ ചെയ്തെടുക്കാനും അങ്ങനത്തെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ വിൻഡോസാണ് യൂസ് ചെയ്യുന്നത്, കാരണം അധികം പേരും വിൻഡോസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഫോൾഡറിനകത്തുള്ള പ്രൊജക്റ്റാണ് ഞാൻ ഗിറ്റിലേക്ക് പുഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രൊജക്റ്റ് ഈ ഒരു ഫോൾഡർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കുറേ ഫയൽസ് കിടക്കുന്നുണ്ട്. ഇത് ജാങ്കോ പ്രൊജക്റ്റാണ്. ഒരുപാട് ഫയൽസ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഫയൽസ് റീഡ്മി ഫയലൊന്നുമില്ല. ഇത്രയും കുറച്ച് ഫോൾഡേഴ്സും കുറച്ച് ഫയൽസും എല്ലാം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ വിൻഡോസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വിൻഡോസിന് വേണ്ടിയിട്ട് ഒരു exe ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. ഈ ലിങ്ക് തുറന്നാൽ മതി. വിൻഡോസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് 6432 ഏതാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിയുമ്പോൾ നോർമൽ ഒരു exe ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ, ലാസ്റ്റ് ഫിനിഷ് കൊടുക്കുന്നതിന് മുന്നേ അവിടെ ഒരു ചെക്ക് ബോക്സ് കൂടെ ഉണ്ടാവും. ലോഞ്ച് ഗിറ്റ് ബാഷ് എന്ന് പറഞ്ഞൊരു ചെക്ക് ബോക്സ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ടാവും. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് ഒരു ഇമേജ് എടുത്താണ്, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു. അതാണ് ഇൻസ്റ്റാളേഷൻ. നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഇങ്ങനെ ചെക്ക് ബോക്സ് ഉണ്ടാവും. ഇതൊന്ന് ലോഞ്ച് ഗിറ്റ് ബാഷ് എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് ഫിനിഷ് കൊടുക്കുക. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കലിൽ നമ്മുടെ ഗിറ്റിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞു. അത് മാത്രമേ നമുക്ക് ലോക്കലിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഏത് ഫോൾഡറാണോ ഗിറ്റ് പുഷ് ചെയ്യാൻ, എൻ്റെ ബ്രാഞ്ചിലേക്ക് പുഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് വരിക. വിൻഡോസ് 10 എല്ലാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും ലോഞ്ച് ഗിറ്റ് ബാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിലെവിടെയാണ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ കോമൺലി യൂസ് ചെയ്യുന്നത് ഉബുണ്ടു ആണ്. ഉബുണ്ടു അല്ലെങ്കിൽ ലിനക്സ് വേർഷൻസാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഗിറ്റ് ബാഷ് സെർച്ച് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഒരു ടെർമിനൽ നമുക്ക് തുറന്നു വരും. ഇനി ഈ ടെർമിനലിൽ ഞാൻ ഈ ഒരു ഫോൾഡറിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ പോവാണ്. CD ഡെസ്ക്ടോപ്പിനകത്ത് ഗെയിംസ് എന്ന് പറഞ്ഞ ഫോൾഡറാണ്. ഇതിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. CD ഡെസ്ക്ടോപ്പ് ഗെയിംസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഇപ്പോൾ ഗിറ്റിൻ്റെ യാതൊരു സിഗ്നേച്ചറും ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇവിടുന്ന് ഗിറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഗിറ്റ് init എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഹിഡൻ ഫോൾഡർ .git എന്ന് പറഞ്ഞിട്ടുള്ള ഹിഡൻ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും ഇനി നമ്മൾ ഗിറ്റ് നാവിഗേറ്റ് ചെയ്യാനൊക്കെ പോകുന്നത്. ഇതിവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷനിൽ പോയിട്ട് ഷോ ഹിഡൻ ഫോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചെക്ക് ബോക്സ് ഉണ്ടാവും. വിൻഡോസിൽ അത് എവിടെ ആയിരിക്കും എന്ന് എനിക്കൊരു നോക്കാം. അതിനകത്ത് ഹിഡൻ ഫയൽസ് എനിക്ക് ഈ .git കാണുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഷോ ഹിഡൻ ഫയൽസ് ഇൻ ഫയൽ എക്സ്പ്ലോററിനകത്ത് പോയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഷോ ഹിഡൻ ഫയൽ ആൻഡ് സിസ്റ്റം ഫയൽ എന്നുള്ള ഒന്ന്
ടോഗിളൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനത്തെ ഡോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഫോൾഡർ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഗിറ്റിൻ്റെ GUI ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോ മോർ ഓപ്ഷൻ, ഇവിടെ ഓപ്പൺ ഗിറ്റ് ബാഷ് ഹിയർ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഹിഡൻ ഫയൽസ് സെർച്ച് ചെയ്ത സമയത്ത് ഞാൻ കണ്ടതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഗിറ്റിൻ്റെ ഒരു ഇതോടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത റെപ്പോസിറ്ററി ആയിട്ട് ഈ ഒരു ഫോൾഡറിനെ ലിങ്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗിറ്റ് റിമോട്ട് ഒറിജിൻ കോഡ്സിനകത്ത് ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ സ്പേസ് കോഡ്സിനകത്ത് നമ്മുടെ ഗിറ്റബ് റെപ്പോസിറ്ററിക്കകത്ത് പോവുക. അവിടെ ചെറിയൊരു എറർ സംഭവിച്ചു റെക്കോർഡിങ്ങിൽ. ഞാൻ ഒന്നുകൂടെ ബാഷ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ കോഡ്സ് വേണ്ട, കോഡ്സ് ഇല്ലാതെ തന്നെ ഈ ഒരു ലിങ്ക്, അതായത് നമ്മുടെ റെപ്പോസിറ്ററിയിൽ വന്നിട്ട് ഈ കോഡ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് കിട്ടുന്ന ഈ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഗിറ്റ്ഹബിൻ്റെ റെപ്പോസിറ്ററി റിമോട്ട് റെപ്പോസിറ്ററി ആയിട്ട് എൻ്റെ ലോക്കൽ കമ്പ്യൂട്ടറിലുള്ള ഗിറ്റ് ലിങ്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു ഗിറ്റ് പുള്ള് ചെയ്യാണ്. അപ്പോൾ ഗിറ്റ് പുള്ള് ചെയ്യാന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ട് റെപ്പോസിറ്ററിയിലുള്ള കാര്യങ്ങളെ നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിലേക്ക് എടുക്കുന്നതിനാണ് നമ്മൾ പുള്ള് ചെയ്യുക എന്ന് പറയാം. അതേപോലെ ലോക്കൽ കമ്പ്യൂട്ടർ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ റിമോട്ട് റെപ്പോസിറ്ററിയിലേക്ക് ആഡ് ചെയ്യുന്നതിന് നമ്മൾ പുഷ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു പുള്ള് എടുക്കാൻ പോവുകയാണ്. കാരണം അവിടെ നമ്മൾ എക്സ്ട്രാ റീഡ്മി ഫയലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്നും എൻ്റെ ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് എടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഗിറ്റ് പുൾ ഒറിജിൻ, നമ്മളുള്ള ബ്രാഞ്ചിൻ്റെ പേര് മെയിൻ എന്നായിരുന്നു. ഓക്കെ, അവിടെ നിന്ന് പുൾ ചെയ്തെടുത്തിട്ടുണ്ട്. മെയിൻ ബ്രാഞ്ചിൽ നിന്ന് എൻ്റെ ഇതിലേക്ക് പുള്ളി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാനൊന്ന് ചെയ്തായിരുന്നു, അതുകൊണ്ട് ഓൾറെഡി അപ് ടു ഡേറ്റ് എന്ന് കാണിക്കുന്നത്. അതല്ലെങ്കിൽ ഇതോടെ കാണിക്കില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ പുള്ളി ചെയ്ത് ഈ ഒരു കമാൻഡ് ഗിറ്റ് പുൾ ഒറിജിൻ മെയിൻ കൊടുക്കുന്ന ടൈമിൽ ഗിറ്റ് പുൾ ഒറിജിൻ മെയിൻ ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ ഗിറ്റിനകത്തുള്ള സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നോളും, റെപ്പോസിറ്ററിക്കകത്തുള്ളതെല്ലാം ഇങ്ങോട്ട് വന്നോളും. ഇവിടെ ചെറിയൊരു കോൺഫ്ലിക്റ്റ് സംഭവിച്ചു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തിരുന്നു. റീഡ്മി ഫയൽ നേരത്തെ ഇവിടെ ഓൾറെഡി വന്നതാണ്, ഇങ്ങോട്ട് ഡിലീറ്റ് ചെയ്തിരുന്നു. ഞാൻ ഒന്നുകൂടെ റീജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കമാൻഡ് ഒന്നും നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പുൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഗിറ്റ് പുൾ ഒറിജിൻ മെയിൻ. ഓക്കെ, ഞാൻ പുൾ ചെയ്തെടുത്തിട്ടുണ്ട്. പുൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോൾഡറിനകത്തേക്ക് വരുമ്പോൾ ഈ റീഡ്മി ഫയൽ നമ്മൾ തുടക്കത്തിൽ ആഡ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? നമ്മൾ റെപ്പോസിറ്ററിക്കകത്താണ് ഇത് ആഡ് ചെയ്തത്. അത് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ അതിനകത്ത് ഇത് തുറന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ അതിനകത്ത് കൊടുത്തിട്ടുള്ള കമാൻഡ്സ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കൊടുത്തായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ റിമോട്ട് ബ്രാഞ്ചിനകത്തുനിന്ന് ഉള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇങ്ങോട്ട് പുൾ ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റിമോട്ടിനകത്ത് ഒന്നുകൂടി പോയി നോക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റിമോട്ട് റെപ്പോസിറ്ററിക്കകത്ത് എൻ്റെ ഫയൽസ് എല്ലാം അവിടെ എത്തിയിട്ടുണ്ടാവും. എൻ്റെ ലോക്കലിലുള്ള ഈ ഫോൾഡർ, ഇത്രയും ഫോൾഡറുകൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുമോ? ഇല്ല. അത് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിവിടുന്ന് പുഷ് ചെയ്യണം. നമ്മൾ ലോക്കലിൽ നിന്ന് ഇപ്പോൾ റിമോട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുൾ ചെയ്തെടുത്തപ്പോൾ എനിക്കിത് കിട്ടി. ഇനി എൻ്റെ ലോക്കലിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് പുഷ് ചെയ്ത് കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതിലേക്ക് വരിക. ഇതിൽ വന്നിട്ട് ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം. ഗിറ്റ് സ്റ്റാറ്റസ് നോക്കുന്ന ടൈമിൽ എന്തെല്ലാം നമ്മുടെ ഇതിനകത്തുണ്ട്, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്.
ഓൺ ബ്രാഞ്ച് മാസ്റ്റർ. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ മെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നാണ്. നമ്മുടെ ആ ഒരു മെയിൻ ബ്രാഞ്ചിനെയാണ് മാസ്റ്റർ എന്ന് ഗിറ്റിൽ പറയുന്നത്. നമ്മുടെ റെപ്പോസിറ്ററിക്ക് എത്തുമ്പോൾ നമ്മൾ അതിനെ മെയിൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അത് തമ്മിലൊരു കൺഫ്യൂഷൻ വേണ്ട. മാസ്റ്റർ മെയിനും ഒന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ബ്രാഞ്ച് ഏതാണ്? മാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചോപ്പ് ഇതിൽ കിടക്കുന്നത്? അൺട്രാക്ക്ഡ് ഫയൽസ്. അൺട്രാക്ക്ഡ് ഫയൽസ് എന്ന് പറഞ്ഞാൽ ഗിറ്റിന് മനസ്സിലാവാത്ത, ഗിറ്റ് റെപ്പോസിറ്ററിക്ക് നമ്മുടെ റിമോട്ടിലേക്ക് കൊടുക്കാത്ത കുറേ ഫയൽസ് ഇവിടെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാ? ഗിറ്റ് ഇഗ്നോർ, അതേപോലെ ഡോക്കർ ഫയൽ, അഡ്മിൻ സ്കീമ, അഡ്മിൻസ്, ഓത്ത് യൂസേഴ്സ്. നമ്മുടെ ഈ ഫോൾഡറിനകത്തുള്ള ഒരു സാധനവും നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടില്ല. ഇത്രയും സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങളോട് ഇപ്പോൾ ഇതിനകത്ത് എല്ലാം ഇവിടെ കാണിക്കില്ല. അതിൻ്റെ കാരണം എന്താ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ലോക്കലിനകത്ത് ഇത് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നൊരു പ്രൊജക്റ്റാണിത്. അപ്പോൾ ഗിറ്റ് ഇഗ്നോർ എന്ന് പറഞ്ഞ ഫയലിനകത്ത് ഇതിനകത്ത് ഗിറ്റ് റിമോട്ടിലേക്ക് പുഷ് ചെയ്യാണ്ടാത്ത കുറേ സാധനങ്ങൾ, അതായത് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ പൈ ക്യാഷ്, അതേപോലെ ഈ ഡോട്ട് ഇ എൻ വി, പിന്നെ ഇ എൻ വി ഡോട്ട് ഡിസ്റ്റ് ഉണ്ടാവും. വേറെ ഏതൊക്കെയാ? വേറെ ഇ എൻ വി സാമ്പിളോ, അങ്ങനെ കുറേ ഫോൾഡേഴ്സ് ഞാൻ ഗിറ്റിനോട് ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഗിറ്റ് ഇഗ്നോർ നമുക്ക് അടുത്ത് നോക്കാം. ഗിറ്റ് ഇഗ്നോർ ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ലോക്കലുള്ള ഫയലെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഒക്കെ റെഡ് കളറിലാണ് കിടക്കണേ. ഇതൊന്നും അൺട്രാക്ക്ഡ് ആണ്. ഇതൊക്കെ നമുക്കിനി പുഷ് ചെയ്യണം. അപ്പോൾ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗിറ്റ് ആഡ് കൊടുക്കും. ഗിറ്റ് ആഡ് സ്പേസ് ഒരു ഫയൽ നെയിം. ഇപ്പം ഞാൻ ഈ മാനേജ് ഡോട്ട് പൈത്തൺ ഫയൽ ഞാൻ, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് ഡോട്ട് ടി എക്സ് ടി ഞാൻ ആദ്യം കൊടുക്കാൻ പോകണം. കോപ്പി ചെയ്തു, ഗിറ്റ് ആഡ് ഇവിടെ പേസ്റ്റ് ചെയ്തു, എൻ്റർ അടിച്ചു. വേറൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഒന്നുകൂടി ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം. ഗിറ്റ് സ്റ്റാറ്റസ്. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ റിക്വയർമെൻറ്റ് ഡോട്ട് ടി എക്സ് ടി ചോപ്പ് കിടക്കുന്നുണ്ടോ? അൺട്രാക്ക്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടോ? പകരം എന്താണ് ഇവിടെ പച്ച നിറത്തിൽ കിടക്കുന്നുണ്ട് മേലെ. കമ്മിറ്റ് ചെയ്യാം. ഈ ഒരു ഫയൽ വേണമെങ്കിൽ നമുക്കിപ്പോൾ കമ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ എനിക്ക് ഈ ഫയൽ മാത്രം അങ്ങോട്ട് കൊടുത്താൽ മതിയെങ്കിൽ എനിക്കിപ്പോൾ കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ അല്ല, ഞാൻ മൊത്തത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യം ഈ ഒരു പ്രാക്ടീസ്, ആദ്യം എല്ലാം പുഷ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് കൊടുക്കുന്നത് പ്രോപ്പറാണോ? ഞാനിപ്പോൾ റിക്വയർമെൻറ്റിൻ്റെ അടുത്ത് മാനേജ് ഡോട്ട് പി വൈ കൊടുക്കണം, ഗിറ്റ് ജിയോ കൊടുക്കണം, ഗിറ്റ് ആഡ് ഗെയിംസ് കൊടുക്കണം. അതിന് പകരം ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ മതി. ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട്, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇനി ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം. എല്ലാം ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഫയൽസ് പറഞ്ഞാൽ ഫോൾഡറിനകത്തുള്ള ഫയൽസ് വരെയാണ്. ഇപ്പോൾ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് ഒരുപാട് ഫയൽസ് ഉണ്ട്. കൺസ്യൂമർ എന്ന് പറഞ്ഞ ഫോൾഡർ, ഇതിനകത്ത് ഒരുപാട് ഫയൽസ് ഉണ്ട്. ഇതിനകത്ത് വേറെ ഫയൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഫയൽസും കൂടെ എല്ലാം ട്രാക്ക് ചെയ്തു. എല്ലാ ഫയൽസും ട്രാക്ക് ചെയ്തു. ഇത്ര ഫയൽസ് എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ നമ്മൾ ഗിറ്റ് അതിനകത്തേക്ക് പുഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗിറ്റ് ആഡ് ചെയ്തു. ഇനി ഒരു കമ്മിറ്റ് കൊടുക്കണം. ഗിറ്റ് കമ്മിറ്റ് -m എന്ന് പറഞ്ഞാൽ മെസ്സേജ്. ഓക്കെ, ദിസ് ഈസ് മൈ ഫസ്റ്റ് പുഷ് ടു റെപ്പോസിറ്ററി. ഇതിൻ്റെ റെപ്പോസിറ്ററിയിലേക്കുള്ള ഒരു ആദ്യത്തെ പുഷ്. നിങ്ങൾക്ക് ഇപ്പം ഞാൻ തുടക്കം ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്നൊരു രജിസ്ട്രേഷനാണ് ഇപ്പോൾ ടീം ലീഡ് വന്നിട്ട് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കമ്മിറ്റ് മെസ്സേജ് അങ്ങനെ കൊടുക്കാം. രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് എന്നോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പുഷിംഗ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്തു. കമ്മിറ്റ് എൻ്റർ അടിച്ചു. എല്ലാം കമ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം. ഗിറ്റ് സ്റ്റാറ്റസ് എന്താണ്? നത്തിങ് ടു കമ്മിറ്റ്, വർക്കിംഗ് ട്രീ ഈസ് ക്ലിയർ. അപ്പോൾ ഇനി പറയുന്നത് എന്താണ്? കമ്മിറ്റ് ചെയ്യാൻ ഇനി ഒന്നുമില്ല. പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടാവുമോ? റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി അതിനെ പുഷും കൂടെ ചെയ്യണം. ഇങ്ങോട്ട് പുഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗിറ്റ് പുഷ് ഒറിജിൻ മാസ്റ്റർ എന്നോ മെയിൻ കൊടുത്ത് നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ ബ്രാഞ്ചിൻ്റെ പേര് മെയിൻ എന്നാണ്. ചിലപ്പോൾ മാസ്റ്റർ ആയിരിക്കും എടുക്കുക. നമുക്ക് നോക്കാം. ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ, മാസ്റ്റർ കൊടുത്ത് നോക്കാം. പെർമിഷൻ ഡിനൈഡ്. ഓക്കെ, ഞാൻ നോക്കട്ടെ.
ഓക്കെ, അതിപ്പോൾ പുഷായിട്ടുണ്ട്. ന്യൂ ബ്രാഞ്ച് മാസ്റ്റർ ലോക്കലിൽ നിന്ന് റിപ്പോസിറ്ററിക്ക് പുഷായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഒക്കെ എന്താവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും വരാൻ സാധ്യതയില്ല. എൻ്റെ ഡിവൈസ് മൾട്ടിപ്പിൾ പ്രൊജക്ട്സിനും മൾട്ടിപ്പിൾ യൂസേഴ്സൊക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കൊരു കോൺഫ്ലിക്റ്റ് വന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ മറ്റേ ഇതിലേക്ക് പെർമിഷൻ ഇല്ല. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് കിറ്റ് അക്കൗണ്ടിലേക്ക് പുഷ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അങ്ങനെ കുറച്ച് എററും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ ഗിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഇഷ്യൂ ഒന്നും വരാൻ സാധ്യതയില്ല. ഞാനത് റിസോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിപ്പോൾ എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്, പുഷ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഗിറ്റ് പോയി നോക്കാം, പുഷ് ആയിട്ടുണ്ടോ നോക്കാം. ഇതായിരുന്നു എൻ്റെ പ്രൊജക്റ്റ്. ഇവിടെ ഓക്കെ, ഇവിടെ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ക്രിയേറ്റ്. മെയിനും മാസ്റ്ററും ഏകദേശം ഒരേപോലെ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ കോർ ബ്രാഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 2 ബ്രാഞ്ചുകൾ കാണാം. മെയിനകത്തൊന്നുമില്ല. മെയിനകത്ത് മറ്റേ നമ്മുടെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, റീഡ്മി ഫയൽ മാത്രമേ ഉള്ളൂ. മാസ്റ്ററുടെ തൊട്ട് താഴെയുണ്ട്. ശരിക്കും മെയിനിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് മേ ബി പുഷ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല ചില ടൈമിൽ. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. അത് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും, മെയിനിലേക്ക് പെർമിഷൻ കൊടുക്കുന്ന തരത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാസ്റ്ററിലേക്ക് പുഷ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് വന്നത്. മാസ്റ്റർ ക്ലിക്ക് ചെയ്ത് എൻ്റെ ആ ബ്രാഞ്ച് എടുത്ത് നോക്കി. ഇപ്പോൾ മാസ്റ്റർ എടുത്ത് നോക്കിയപ്പോൾ അതിന് മാസ്റ്ററിനകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ട്? ഞാൻ ലോക്കലിൽ നിന്ന് പുഷ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. റീഡ്മി ഫയലിനകത്ത് ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് സാധനങ്ങളും നമ്മൾ പുഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇൻ കേസ് എനിക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തണം. ഇപ്പം എൻ്റെ പ്രൊജക്റ്റിൽ വേറെ ആൾ വർക്ക് ചെയ്യുന്നൊരു കേസ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം എനിക്കിവിടെ കുറച്ച് ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതെൻ്റെ പ്രൊജക്റ്റ് തന്നെയാണ്. ഞാനതൊരു എഡിറ്ററിനകത്ത് തുറന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് പ്രോജക്റ്റ് ആയിക്കോട്ടെ, ജാങ്കോ പ്രൊജക്റ്റാണ്. അപ്പോൾ ഞാൻ സെറ്റിങ്സിനകത്ത് കുറച്ചുകൂടെ ലൈൻസ് ആഡ് ചെയ്യാണ്. ഇമ്പോർട്ട് OS, അതേപോലെ ഇമ്പോർട്ട് numpy, ഇങ്ങനെ കുറച്ച് ലൈൻസ് കൂടെ ഞാൻ numpy import pandas ഞാൻ കുറച്ച് എക്സ്ട്രാ ലൈൻസ് കൂടെ ആഡ് ചെയ്തു. ഞാൻ സേവ് ചെയ്തു. ഇനി അപ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ ചേഞ്ചസ് എൻ്റെ ഗിറ്റ് ഹബിൽ വന്നിട്ടുണ്ടാവുമോ? ഈ ചേഞ്ചസ് എനിക്കിവിടെ വന്നിട്ടുണ്ടാവുമോ? എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? മാസ്റ്ററിനകത്ത് ഗിറ്റ് ഹബ് മാറി. ഇപ്പോൾ ഈ ചേഞ്ചസ് എൻ്റെ മാസ്റ്ററിനകത്ത് വന്നിട്ടുണ്ടാവും. ഞാനിവിടെ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് സേവ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഫയൽ കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ന്യൂ ഫോൾഡർ ഒരു ഫയൽ ആഡ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാമല്ലോ. ന്യൂ ഫോൾഡർ ആഡ് ചെയ്യാണ്, ഒരു ഫയൽ ആഡ് ചെയ്യാണ്. ഗിറ്റ് ഹബ് പുഷ് ടെസ്റ്റ് .py, ഒരു പൈത്തൺ ഫയൽ ഗിറ്റ് ഹബ് പുഷ് ടെസ്റ്റ് .py. ഇതിനകത്തൊന്നുമില്ല, ജസ്റ്റ് ടെസ്റ്റിംഗ്, ഒരു കമൻറ്റ് മാത്രം ഞാൻ ആഡ് ചെയ്തു, അത്ര ചെയ്തോളൂ. ഓക്കെ, ഇനി ഞാൻ ഓക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടാവും. റീഫ്രഷ് ചെയ്ത സേവ് ചെയ്ത് അവിടെ ജസ്റ്റ് സേവ് ചെയ്തുകൊണ്ട് ഇല്ല, നമ്മൾ പുഷ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിറ്റ് ബാഷ് ഞാൻ തുറക്കുന്നുണ്ട്. നമുക്ക് ഗിറ്റ് സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചപ്പോൾ എന്തൊക്കെ വന്നു? എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയോ ഡിഫറൻസ്? മോഡിഫിക്കേഷൻ. എന്താ മോഡിഫിക്കേഷൻ?
ഗെയിംസിനകത്ത് settings.pyk'കത്ത് ഇയാൾ എന്തൊക്കെയോ ചേഞ്ച് ചെയ്തിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. ഗിറ്റ് ഡിഫ് ഈ ഒരു ഫയൽ നെയിം കൊടുക്കുക, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ഗിറ്റ് ഡിഫ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, DFF അല്ല DIFF ആണ്, ഗിറ്റ് ഡിഫ്. ഓക്കെ, എന്തൊക്കെയാണ് ഇയാൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്? ഒരു ലൈൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്, പ്ലസ് ഇത്രയും ലൈനുകൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്, empty സ്പേസുകൾ. അതേപോലെ വേറൊരു ലൈൻ ആഡ് ചെയ്തിട്ടുണ്ട്, പ്ലസ് ഇമ്പോർട്ട് OS, പിന്നെ ഇത്രയും സ്പേസുകൾ വേറെ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇമ്പോർട്ട് numpy, ഇമ്പോർട്ട് pandas, ഇത്രയും ലൈനുകൾ ഇയാൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏതെങ്കിലും ലൈൻ നമുക്ക് റിമൂവ് ചെയ്ത് എന്താ വരുന്നത് നോക്കാം. സെറ്റിങ്സിനകത്ത് തന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് കുറച്ച് ലൈനുകൾ ഞാൻ റാൻഡായിട്ട് ഞാൻ റിമൂവ് ചെയ്യാം, സേവ് ചെയ്തു. ഇനി ഒന്നുകൂടെ ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം. ഓക്കെ, ഗിറ്റ് ഡിഫ് ഈ സെയിം ഫയലിനെ നോക്കാം. എന്തൊക്കെയാണ് ഗിറ്റ് ഡിഫിൽ വന്നിട്ടുള്ളത്? ഇത്രയും ലൈനുകൾ ആഡ് ചെയ്തു. ഇതാ ഇത്ര ലൈനുകൾ നമ്മൾ റിമൂവ് ചെയ്തു, ഇത്രയും ലൈനുകൾ നമ്മൾ റിമൂവ് ചെയ്തു. ഇൻസ്റ്റാൾഡ് ആപ്സിനകത്ത് താഴേക്കുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യണം കേട്ടോ, എന്നാലാണ് താഴേക്ക് വരിക. സ്ക്രോൾ ചെയ്താൽ വരില്ല, സ്ക്രോൾ ചെയ്താൽ മേ ബി വരില്ല, സ്ക്രോൾ ചെയ്താൽ ചിലപ്പോൾ വരും. ഞാൻ താഴേക്കുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തു, അപ്പോൾ താഴെ വന്നു. അപ്പോൾ ഇത്ര ലൈൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇത്ര ലൈൻസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ചോപ്പ് കാണുന്നത് ഞാനിതാ ഇവിടുന്ന് റിമൂവ് ചെയ്ത ലൈൻസാണ്, ഇവിടെ ഞാൻ റിമൂവ് ചെയ്ത ലൈൻസാണ് ഈ ചോപ്പ് നിറത്തിൽ കാണുന്നത്. ഇത്ര ലൈൻസ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ക്യൂ അടിച്ച് കഴിഞ്ഞാൽ പുറത്ത് കിടക്കും. പിന്നെ എന്തൊക്കെയുള്ള ഗിറ്റ് സ്റ്റാറ്റസ് ഒന്നുകൂടെ നോക്കാം. പിന്നെ അൺട്രാക്ക്ഡ് ഫയൽസ്, എന്താ അൺട്രാക്ക്ഡ് ഫയൽസ്, അതായത് ഇതുവരെ ഗിറ്റിനകത്ത് ഇല്ലാത്തൊരു ഫയലും കൂടെ വന്നിട്ടുണ്ട്. അൺട്രാക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഗിറ്റിൻ റിമോട്ട് റെപ്പോസിറ്ററി ഇല്ലാത്തൊരു ഫയൽ ഇവിടുന്ന് പോകുമ്പോഴാണ് അൺട്രാക്ക്ഡ് ഫയൽ എന്ന് വിളിക്കുന്നത്. അതിനെന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പുതിയൊരു ഫയലും കൂടെ വന്നിട്ടുണ്ട്, അതാണ് GitHub pushtest.py എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ചേഞ്ചസ് ചെയ്തു, ഇത് എറർ അടിക്കുകയോ കറക്റ്റ് ആവുമെന്ന് നമുക്കറിയില്ല. കാരണം നമ്മുടെ ഇപ്പോൾ മാസ്റ്ററിനകത്തുള്ള സാധനം കറക്റ്റായിട്ട് വർക്ക് ആവുന്നതാണ്, അതിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനെ വേറൊരു ബ്രാഞ്ചിലേക്കാണ് ഞാൻ പുഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗിറ്റ് സ്റ്റാറ്റസ് ഒന്നുകൂടി, ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചപ്പോൾ എന്താ വന്നത്? നമ്മളുള്ള ബ്രാഞ്ച് ഏതാ? ഗിറ്റ് ഓൺ ബ്രാഞ്ച് മാസ്റ്റർ. ഓക്കെ, ഞാനൊന്ന് ഗിറ്റ് വേറൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഗിറ്റ് ചെക്കൗട്ട് -b സ്പേസ് പുതിയ ബ്രാഞ്ചിൻ്റെ പേര് എന്തെങ്കിലും കൊടുക്കാം, അപ്ഡേറ്റ് ബ്രാഞ്ച്. ഓക്കെ, സ്വിച്ച്ഡ് ടു എ ന്യൂ ബ്രാഞ്ച്, അപ്ഡേറ്റ് ബ്രാഞ്ച്. ഇനി ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം, ഗിറ്റ് സ്റ്റാറ്റസ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബ്രാഞ്ച് ഏതാ? അപ്ഡേറ്റ് ബ്രാഞ്ച്. അപ്പോൾ ഈ ബ്രാഞ്ച് ഇതിനകത്ത് വന്നിട്ടുണ്ടാവുമോ? ഇനി മാസ്റ്ററിന്ന് ഇത് ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ അപ്ഡേറ്റ് ബ്രാഞ്ച് ഇവിടെ വന്നിട്ടുണ്ടാവുമോ? ഇല്ല, അവിടെ മാസ്റ്റർ മെയിനും മാത്രമേ ഉള്ളൂ. നമ്മളോട് പുഷ് ചെയ്താലേ അവിടെ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട്. ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം, രണ്ടും ആഡ് ആയിട്ടുണ്ട്. ആ ചോപ്പൊക്കെ പോയി പച്ചയായിട്ടുണ്ട്, എല്ലാം ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? കമ്മിറ്റ് ചെയ്യുക. ഗിറ്റ് കമ്മിറ്റ് -m ഒരു കമ്മിറ്റ് മെസ്സേജ് കൊടുക്കാം, ആഡിങ് ടെസ്റ്റ് ഫയൽ ഒരു കമ്മിറ്റ് മെസ്സേജ് കൊടുത്ത് എൻ്റർ അടിച്ചു. ഗിറ്റ് പുഷ്, ഞാൻ പുഷ് ചെയ്യാൻ പോണ ബ്രാഞ്ച് ഏതാ? മാസ്റ്റർ അല്ല, ഒറിജിൻ അപ്ഡേറ്റ് ബ്രാഞ്ച്. ഓക്കെ, ഈ ഒരു പുതിയ ബ്രാഞ്ചിലേക്ക് ഞാൻ സാധനം പുഷ് ചെയ്തിട്ടുണ്ട്. ഇനി പോയിട്ട് നമുക്ക് നോക്കാം, ഇവിടെ വന്നുകൊണ്ട് അപ്ഡേറ്റ് ബ്രാഞ്ച് ആഡ് റീസെൻ്റ്ലി പുഷ്ഡ്, നമ്മുടെ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വ്യൂ ഓൾ ബ്രാഞ്ച് ക്ലിക്ക് ചെയ്തു. കുറച്ച് ബ്രാഞ്ചുകൾ വന്നുകൊണ്ടാണ് അവിടെ ബട്ടൺ വന്നത്. ഇവിടെ അപ്ഡേറ്റ് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്, മെയിൻ ഉണ്ട്, അപ്ഡേറ്റ് ബ്രാഞ്ച് ഉണ്ട്, മാസ്റ്റർ ഉണ്ട്. ഈ മൊത്തം 3 ബ്രാഞ്ചുകളാണ് നമുക്കുള്ളത് ഇപ്പോൾ. ഓക്കെ, ഇവിടെ ഈ ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു ഇതിലേക്ക്
പുഷ് ചെയ്യാനൊക്കെ ഒരു നമ്മുടെ ലോക്കലിലുള്ള ഒരു ഫയലുകൾ അല്ലെങ്കിൽ പ്രൊജക്റ്റ് നമ്മൾ ഗിറ്റിലേക്ക് പുഷ് ചെയ്യാനൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് പറഞ്ഞു തരാനുള്ളത്. എന്തൊക്കെ ഗിറ്റിലേക്ക് പുഷ് ചെയ്യേണ്ടതും അതേപോലെ നമ്മുടെ ഫയൽസ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യേണ്ടതും ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഇതാണ്.